സാധാരണ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പല മേഖലകളിൽ. ബ്യൂട്ടി പാർലർ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ബ്യൂട്ടി പാർലർ മേഖലയിലാണ്. അപ്പം നഴ്സിംഗ് മേഖലയിൽ, പിന്നെ സ്കൂൾ കുട്ടികൾ, അങ്ങനെ നിരവധി പേരാണ് കേരളത്തിൽ പുതിയ സർക്കാരിനെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. നമുക്ക് ബ്യൂട്ടി പാർലറുകാർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട്, പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ? പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയാണ്. വൻ ഭൂരിപക്ഷത്തിലല്ലേ ജയിപ്പിച്ച് അയച്ചേക്കണത് അല്ലേ? എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് വേണ്ട ഈ സർക്കാർ, എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് പൊതുവായിട്ട് നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ ചെയ്യുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. പാർലറിൽ എന്തൊക്കെയാണ് ഇപ്പൊ പൊതുജനങ്ങൾക്ക് അറിയില്ല, എന്തൊക്കെയാണ് ഇവിടുത്തെ ആവശ്യങ്ങൾ എന്നുള്ളത്? ഗവൺമെന്റ് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ വിടുമ്പോൾ അത് ജനങ്ങൾ പകുതിയും പേര് അറിയണം, പകുതിയല്ല മുക്കാലും അറിയുന്നില്ല. അപ്പോൾ അതറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ പല സമസ്ത മേഖലകളിലും വിലക്കയറ്റം, അത് ഇത്, പിന്നെ നിങ്ങൾക്കിവിടെ സബ്സിഡി അങ്ങനെ എന്തെങ്കിലും വേണോ? പാർലറിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? പാർലറിൻ്റെ സാധനങ്ങളുടെ വിലകൾ കുറയ്ക്കുക, GST കുറയ്ക്കുക. നമുക്ക് ജീവിക്കാൻ വേണ്ട മാർഗത്തിനാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വേതന സ്ഥിരത എന്നുള്ള ഒരു മിനിമം ഇത്ര വേതനം കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു നിലപാടെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ നഴ്സുമാരൊക്കെ അല്ലെ, അവര് സമരം ചെയ്തത് അറിയാം നമുക്ക് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പുറത്തു പോയി വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറവായത് കൊണ്ടാണ്. അപ്പം നമുക്ക് പുറത്തു പോയാൽ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട് അന്യരാജ്യത്ത് പോയി തണുപ്പും എല്ലാം സഹിച്ച് ജീവിക്കുന്നത്. അവർക്കും ആരോഗ്യ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർ നാട്ടിൽ വന്ന ചികിത്സ തേടുന്നത്. പക്ഷേ ആ കുട്ടികൾക്ക് ഇവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള വേതനം കിട്ടുവാണെങ്കിൽ അവരിവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കും. ഈ സർക്കാർ പറഞ്ഞ പ്രത്യേകതയാണ്. കാരണം യുവാക്കളെ ഇവിടെ തന്നെ ജോലി കൊടുത്ത് സ്റ്റാർട്ടപ്പ് ഒക്കെ കൊടുത്ത് നല്ല സംരംഭം ഇവിടെ വരുത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ അമ്മമാർക്കും പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണമെന്നാണല്ലോ ആഗ്രഹം. നമ്മളല്ലെങ്കിൽ നമ്മൾ പ്രായമായി വയസ്സായി വയ്യാണ്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളടുത്തില്ല, നമ്മളെ നോക്കണ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പം നാട്ടിലുണ്ടെങ്കിൽ നമുക്കതൊരു നല്ല ഇതാണ്. അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർക്കാണെങ്കിലും ആനുകൂല്യങ്ങൾ, അവരുടെ മേഖലയെ ബന്ധിച്ചുള്ള ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനായിട്ടും ആശാവർക്കറാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടായി നന്നായിട്ട് പ്രവർത്തിക്കുവാണെങ്കിൽ ഗവൺമെൻറ് ഇനിയും മുന്നോട്ട് 10 കൊല്ലം അതിൽ കൂടുതലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. വളരെ പ്രതീക്ഷയിലാണ്. അതെ, വളരെയധികം പ്രതീക്ഷ. വിലക്കയറ്റം എങ്ങനെ, വീട്ടിൽ സാധനങ്ങളൊക്കെ വിലക്കയറ്റമാണോ? അപ്പോൾ വിലക്കയറ്റം കുറയ്ക്കണം. കാരണം നമുക്ക് ഒത്തിരി കാശുമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും സാധാരണക്കാരാണ്, എല്ലാവരും ഭയങ്കര കാശുകാരല്ല. അപ്പം വിലക്കയറ്റം കുറയ്ക്കണം. നമുക്ക് റേഷൻ കടയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയണത് മാസം ഒരു 10 കിലോ അരിയെങ്കിലും കുറഞ്ഞത് ഒരു കാർഡുകാർക്ക് കൊടുക്കണം. ആവശ്യമുള്ളവർക്ക്, ആവശ്യമില്ലാത്തവർക്ക് വേണ്ട, ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. എല്ലാ കാർഡിനും വേണം അല്ലേ? ഇങ്ങനെ കാർഡ് തിരിച്ച് പാവങ്ങൾക്ക് കൊടുക്കാം, BPL കൊടുക്കാം, പക്ഷെ APL ഇത്ര ശതമാനം അങ്ങനെ വേണം. അല്ലാണ്ട് BPLകാർക്ക് 2 കിലോ അരി കൊണ്ട് നമുക്ക് കഴിയാൻ പറ്റില്ല. കാരണം അപ്പോൾ അരി ഒരു 10 കിലോ എങ്കിലും ഒരു വെള്ളക്കാർഡുകാർക്ക്, ആവശ്യമുള്ളവർക്ക്, ആവശ്യമില്ലാത്തവരുണ്ടാവും. റേഷൻ അരി കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവുണ്ടാവും, അവർക്ക് കൊടുക്കണ്ട, ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ഈ പൊതുവിതരണ സമ്പ്രദായത്തിൽ റേഷൻ കട പോലുള്ള സംവിധാനത്തിൽ സാധനങ്ങളെല്ലാം അതുവഴി വരണോ, അല്ലെങ്കിൽ സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങൾക്ക് എങ്ങനെയാ സാധനങ്ങൾ ഉണ്ടോ? സപ്ലൈകോയിൽ വളരെ മോശമായ സാധനങ്ങളാണ് ഉള്ളത്. എണ്ണയുടെ കളർ തന്നെ മഞ്ഞ കളറാണ്. വാങ്ങിക്കാറില്ല അങ്ങനെ. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കുക സപ്ലൈകോയിലോ അത് റേഷൻ കടയിലോ എവിടെ കൊടുത്താലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കുക. ഇപ്പോൾ അറിയാം, വയോജനങ്ങളൊക്കെ, വീട്ടിൽ വൃദ്ധരായ ആളുകളൊക്കെ ഉണ്ട്, മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എങ്ങനെയാണ്? ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ വയോജനങ്ങൾക്ക് അസുഖങ്ങൾ വന്നാൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഉള്ള ഒരു കാരുണ്യ എന്ന് പറയുന്ന ഒരു പദ്ധതി അതിപ്പം നിലവിൽ ഇല്ല. അതിനിയും ഈ സർക്കാർ വരുമ്പോൾ അത് പുനരുദ്ധാരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പണ്ട് കാരുണ്യ ഉണ്ടായിരുന്നു, അത് വളരെ ആശ്വാസമായിരുന്നു. കാരുണ്യ നിർത്തിവെച്ചേക്കാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ കഴിഞ്ഞ സർക്കാർ നിർത്തി. കാരണം ഖജനാവും ഒപ്പം തന്നെ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത്
പുനർ വിചിന്തനം സർക്കാർ ചെയ്യണം എന്നാണ് പറയണത്. അപ്പൊ അത് വേണം അല്ലേ? അതെ, അത് വേണം. അതല്ലെങ്കിലും സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ മരുന്ന് വാങ്ങിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പിന്നെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പിന്നെ അതുപോലെ തന്നെ പൊതുവിതരണ സമ്പ്രദായം, ഭക്ഷ്യ മേഖല, പിന്നെ ഈ പാർലറിൽ എന്താണ് നിങ്ങൾക്ക് സാധനങ്ങൾക്കൊക്കെ ഒരു സബ്സിഡി അങ്ങനെയൊക്കെ തരണമെന്നുണ്ടോ? എന്തെങ്കിലും പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാനായിട്ട്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്കൊരു സബ്സിഡി കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്കത് ഒരു എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകും. കാരണം നമ്മളെല്ലാവരും സാധാരണ ജനജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ടൊരു എന്താ പറയുക പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഞങ്ങളോട് കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലോണൊക്കെ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കിയാലും അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാന്നും കൂടെ പറയണം അല്ലേ? നല്ല അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇത് കേൾക്കുന്ന സർക്കാർ ചിലപ്പോൾ നല്ല പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും, പക്ഷെ പ്രഖ്യാപിച്ചത് നടപ്പാക്കുന്നുണ്ടോ ഒന്നും കൂടെ ഞങ്ങൾക്കത് എങ്ങനെയാണ് അറിയാൻ പറ്റത്തില്ല. അത് സാധാരണക്കാരായ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. അതിനുള്ള ഒരു സംവിധാനം കൂടി ഈ സർക്കാർ ചെയ്യുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മക്കളൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്, അവരുടെയൊക്കെ പാഠപുസ്തകത്തിനും ബാക്കിയുള്ള ചെലവുകളൊക്കെ എങ്ങനെയാണ്? വയസ്സായവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും ഫ്രീ ആയിട്ടാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ പൈസ കൊടുക്കണം. പാഠപുസ്തകത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ, ഫ്രീ അല്ല. അപ്പം അതിനുള്ള ഒരു ഇതുകൂടി ഈ സർക്കാർ ഇതാക്കി. KSRTC ഫ്രീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ KSRTCയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഫ്രീ സുഖമാണ്. ഭർത്താവൊക്കെ എങ്ങനെയാ? അവർക്കും ഇപ്പൊ ഞങ്ങള് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ കേട്ടത് സാധാരണ ആളുകൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്കും വേണ്ടി, ഞങ്ങളും പുരുഷന്മാരല്ലേ, കഷ്ടപ്പെട്ടാണ് അവര് ബുദ്ധിമുട്ടിയാണ് വീട് നോക്കുന്നത്. അപ്പൊ അവർക്കൊരു ആനുകൂല്യങ്ങൾ ഭർത്താക്കന്മാർക്ക് എല്ലാം വേണ്ടേ? എല്ലാവർക്കും വേണം. അതെ, എല്ലാവർക്കും വേണം. എല്ലാവർക്കും ആനുകൂല്യം ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ഓട്ടോ തൊഴിലാളികളുണ്ട്, ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ മറ്റ് കൂലിപ്പണിക്കാരുണ്ട്, ഈ ടൈൽസ് വർക്കിന്, അങ്ങനെ സാധാരണ ജനങ്ങളുണ്ട്. അവർക്കും ഇപ്പോൾ സ്ത്രീകൾക്കും മാത്രമല്ല യുവാക്കൾക്കും അതുപോലെ തന്നെ കുടുംബനാഥന്മാർക്കും അങ്ങനെയുള്ള പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. അത് അവരറിയാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കണം ഗവൺമെൻറ് എന്നുള്ളതാണ്. പലരും അറിയുന്നില്ല അതിനായിട്ട്. അതുപോലെ ഇവർക്ക് ക്ഷേമനിധികളില്ലേ, ക്ഷേമനിധിയൊക്കെ കറക്റ്റായിട്ട് അടച്ചു പോകാനായിട്ടും തൊഴിലവസരങ്ങൾ, അതാണ് ജനങ്ങൾക്ക് അത്യാവശ്യം. കൊച്ചിയിൽ വെള്ളക്കെട്ട് അത് ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ സൗത്തിലാണുള്ളത്. സൗത്തിൽ ഒരു 15 കൊല്ലത്തോളം വെള്ളത്തിലായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പം നമ്മുടെ കാല് വരെ വെള്ളത്തിലാവും. കാലിൻ്റെ മേളിൽ കട്ടിലൊക്കെ ഇങ്ങനെ മുങ്ങില്ലെന്നും പറഞ്ഞാണ് ഇരിക്കണത്. ആ കൊച്ചിയിൽ വെള്ളക്കെട്ട് എങ്ങനെയെങ്കിലും എറണാകുളത്ത് മാറ്റിത്തരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്. കൊച്ചിയിൽ വെള്ളക്കെട്ട്, മാലിന്യം, കൊതുക്, പിന്നെ വേസ്റ്റ്, ഇതെല്ലാം പുതിയ പുതിയ സർക്കാർ മാനേജ്മെന്റ് സിസ്റ്റം സൂപ്പർ ആക്കണം അല്ലേ? ആക്കണം. വീടില്ലാത്തവർക്ക് നമുക്കറിയാം, ഒരു വീടെന്നുള്ള സ്വപ്നമാണ് സാധാരണക്കാരുടെ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വീട് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളൊരു പ്രാവർത്തികമാക്കണം അല്ലേ? ഉറപ്പുവരുത്തണം. വീടുണ്ടോ, ഇല്ലാത്തവർക്ക് അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. സൗത്ത് റോഡ് മാത്രമല്ല, റോഡും പൊതുവെ മോശമാണ്. പിന്നെ മന്ത്രിമാർ വരുമ്പം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതി അത് മാറ്റണം. ജനങ്ങൾ എങ്ങനെയാണ് പോണേന്ന് അവരറിയണം. ജനങ്ങൾ അല്ലാണ്ട് കുറച്ച് ഭാഗം ക്ലിയർ ചെയ്തേച്ചും സ്ക്വാഡ് വെച്ച് മന്ത്രിമാരെ വിടണത് ശരിയല്ലത്. അവർ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് അവർ. അപ്പം അത് നോർമലി തന്നെ അങ്ങോട്ട് പോവുക. മനുഷ്യൻ എങ്ങനെയാണ് പോണത് അതുപോലെ തന്നെ ജനങ്ങൾ പോണ പോലെ തന്നെ മന്ത്രിമാരും അങ്ങനെ പോകണം, MLA-മാരും എല്ലാം. ഇതങ്ങനെയല്ല, എല്ലാം ശരിയാക്കുമെന്ന് പ്രതീക്ഷ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലൊരു ചെറിയ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുന്ന അവസ്ഥ ഇവരൊക്കെ അനുഭവിച്ചറിയുന്നവരാണ്. കാരണം ഇവർക്കൊക്കെ ഇവിടെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് വരേണ്ടത് 9:30 ആകുമ്പോൾ ഇവിടെ എത്തണം. എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയാവും. ഒരു ദിവസത്തിന്റെ പകുതി ഭാഗവും ബ്ലോക്കിലോട്ട് പോവുകയാണ്. അപ്പൊ അതൊരു മാറിക്കിട്ടണം. ആംബുലൻസിനൊക്കെ അല്ലേ? ആംബുലൻസ് ഒക്കെ അത് ഒരു ജീവന്റെ കാര്യമല്ലേ, അത് പോകണം.
അല്ലാണ്ട് മന്ത്രിമാരിങ്ങനെ വന്നേച്ചും റോഡ് ക്ലീൻ ചെയ്ത് അത് എപ്പോഴും നന്നായിട്ട് കിടന്നാൽ എല്ലാവർക്കും എപ്പോഴും വരാൻ പറ്റും. അല്ലാണ്ട് അവർ മാത്രം വരുമ്പോൾ കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് ചെയ്ത് കുറച്ച് പിന്നെ മരക്കഷ്ണങ്ങൾ വെച്ച് വെയിൽ കെട്ടി അതൊക്കെ മാറ്റണം. അത് എപ്പോഴും ക്ലിയറായിട്ട് കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും വരാനുള്ള ഒരു സൗകര്യമാണത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. കാരണം കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത രൂക്ഷമായ പ്രശ്നം, പ്രത്യേകിച്ച് റോഡ് പ്രശ്നം കൊണ്ട് തന്നെ ഗതാഗതം രൂക്ഷമാണ്. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടി മന്ത്രിമാരോ MLA-മാരോ പോകുമ്പോൾ അവർക്ക് വേണ്ടി വാഹനങ്ങൾ ഒതുക്കി കൊടുക്കുമ്പോൾ അത്രയും ബ്ലോക്ക് പിന്നെയും വരികയാണ്. അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാധാരണ ജനങ്ങൾ, ഒപ്പം സാധാരണ സ്ത്രീകൾ. നമുക്കെല്ലാം പരിഹരിക്കുമെന്ന് പ്രത്യാശിക്കാം. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത്? വിലക്കയറ്റമുള്ളൂ. ഇപ്പം വിലക്കയറ്റം തന്നെയല്ല എല്ലാം. ഇപ്പം ഞങ്ങൾക്കൊരു ഗ്യാസ് കൊടുക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? 6,000 രൂപ കണക്ഷൻ എടുത്തത്. ഇനി 3,200 രൂപ കൊടുത്താലേ ഒരു സിലിണ്ടർ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ സർക്കാരോട് എന്താ പറയാനുള്ളത്? എന്ത് പറഞ്ഞാൽ ആരായും നല്ലപോലെ ഭരിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് വേണ്ടി ഭരിക്കണം. നമ്മളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണവരാ. അപ്പോൾ അവരതനുസരിച്ച് ചെയ്യണം. വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഇത്രയും ദിവസം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂട്ടണ്ടേ? നല്ല കാര്യമില്ല. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ എന്തോരം പേരുണ്ട്. പിന്നെ അത് മാത്രം പച്ചക്കറിയുടെയൊക്കെ വില എങ്ങനെയുണ്ട്? ഇതൊന്നും പോകാറില്ല. കടയിൽ കണ്ടാൽ അതൊന്നും അന്വേഷിക്കാറില്ല. അത് വിലയാണ്, എല്ലാത്തിനും വിലയാണ്. മീറ്റിനും പച്ചക്കറിക്കൊക്കെ വിലയാണ്, എല്ലാത്തിനും വിലയാണ്. അറിയാം. അപ്പോൾ ഒന്ന് കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭരണം ഇഷ്ടപ്പെടും. ആരാണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും നല്ലപോലെ ഭരിക്കണ ആരാണ് അവരുടെ ഭാഗത്തുണ്ടാകും. അപ്പോൾ അടുത്ത പ്രാവശ്യം അവർക്ക് കൊടുക്കും. നല്ലതാണെങ്കിൽ കൊടുക്കും. കൊടുക്കണേ എന്താ കുഴപ്പം? ഒന്നുമില്ല.